ഈ ആൽബവും പാട്ടും മിമിക്രിയൊക്കെ ആയിട്ട് വന്നത് മുതൽ നമുക്കൊക്കെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരുപാട് സുഹൃത്ത് വലയങ്ങളുണ്ട്. കോഴിക്കോട്ടങ്ങാടിയിലെ ഓട്ടോറിക്ഷ ഡ്രൈവറായിട്ട് ഫുട്പാത്ത് കച്ചവടമൊക്കെ ചെയ്യുന്നത് മുതൽ പാട്ടുകാരനായി മാറിയപ്പോഴും നമ്മളെപ്പോഴും ഹെൽപ്പ് ചെയ്യുന്ന നമ്മുടെ സുഹൃത്തുക്കൾ LF കാർസിൻ്റെ ഈ ഒരു ഉദ്ഘാടന വേദിയിൽ എത്തുമ്പോൾ അവരെ നിങ്ങളുടെ അനുവാദത്തോട് കൂടിയിട്ട് ബഹുമാനിക്കുന്നതിൻ്റെ ഭാഗമായിട്ട്, ഇഷ്ടമറിയിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവരെ വേദിയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. കമ്മത്ത് എന്ന് പറയുന്ന നസീർ എന്ന സുഹൃത്തിനെയും സിദ്ധ് കരാട്ടെ എന്ന് പറയുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിനെയും രണ്ടുപേരെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. എൻ്റെ പ്രിയ സുഹൃത്ത് ജലാനോടൊത്ത് ഒരു ചെറിയ നിമിഷം ഈ ഒരു വേദി പങ്കിടാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ജലാൽ പറഞ്ഞതുപോലെ ഒരു 10-25 കാലത്തെ പരിചയമാണ് ഞങ്ങൾ ഒരുപാട് വേദികളിൽ. പിന്നെ ജലാലിൻ്റെ ഒരു റൂട്ടിലിങ്ങനെ നീങ്ങി, ഞാൻ എൻ്റെ റൂട്ടിലിങ്ങനെ നീങ്ങി. അപ്പോൾ ഒരു കഥാപ്രസംഗം നടത്തുന്നില്ല, നമുക്ക് കുറച്ച് സിനിമാ താരങ്ങളെ ശബ്ദം അനുകരിക്കാം. ആദ്യമായിട്ട് മലയാള സിനിമയിൽ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ നമുക്ക് സമ്മാനിച്ച, നമ്മിൽ നിന്നും വിട പറഞ്ഞു പോയ ശ്രീ നരേന്ദ്ര പ്രസാദ്. 16 കൊല്ലങ്ങൾക്ക് മുമ്പ് നെറ്റി പിളർന്ന് ചോരി ഒലിപ്പിച്ച് പുഴക്കരിയിലെ പൂഴിപ്പണ്ടുമായി കയ്യിലെടുത്ത് ഈ അപ്പൻ ഒരു പ്രതിജ്ഞ ചെയ്തിരുന്നു. കണിമംഗലം കോവിലകത്തിന്റെ നാശം അത് പൂർണ്ണമാവട്ടെ, എന്നിട്ടാവാം അപ്പൻ വാക്ക് മാറ്റുന്ന കാര്യം. വാക്കിന് നേരും നിറയുമില്ലാത്ത കള്ള പൈസ കടയ്ക്ക് പുറത്ത്. എനിക്കിനി ഒന്നും പറയാനില്ല, ചോദിക്കാനും. സൂപ്പർ. അടുത്തായിട്ട് ചെറുപ്പകാലം മുതൽ മലയാള സിനിമയിൽ വന്ന് ഇടക്കാലത്ത് ഒരു ഇടവേള എടുത്തുകൊണ്ട് വീണ്ടും ഇന്ന് മലയാള സിനിമയിൽ സജീവമായ നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ശ്രീ ബൈജു സന്തോഷ്. ബൈജുവിന്റെ ഒരു പഴയകാല ശബ്ദം. അന്ന് വന്നു ചേച്ചി സന്നദ്ധ സുമ ചൊല്ലുന്നതാണെങ്കിൽ അച്ഛനോട് പോകാൻ പറ. ആണുങ്ങളില്ലാത്ത വീട്ടിൽ പോലീസ് കയറിയെന്ന് പറഞ്ഞാൽ അതിന്റെ കുറച്ചല്ല എനിക്കും എന്റെ ചേട്ടന. പിന്നെ തല്ലെങ്കിൽ തല്ല്, കൊല്ലെങ്കിൽ കൊല്ല്. ഈ ബൈജുവിന്റെ ഒരു പ്രശ്നമല്ല. പോട്ടെ. താങ്ക് യു. അടുത്ത കൊച്ചിൻ ഹരിശ്രീ എന്ന മിമിക്സ് ട്രൂപ്പിലൂടെ മലയാള സിനിമയിലെത്തി ഒരുപാട് നല്ല തമാശ മുഹൂർത്തങ്ങൾ മലയാളിക്ക് സമ്മാനിച്ച നമ്മുടെ പ്രിയപ്പെട്ട താരം ശ്രീ ഹരിശ്രീ അശോകൻ. ഈ കിടക്കുന്നത് ആരാന്ന മുതലാളിയുടെ വിചാരം? ലക്ഷപ്രഭുവാണ് മുതലാളി, ലക്ഷപ്രഭു. പിന്നെ ചില ലക്ഷപ്രഭുക്കൾ കടയിലും കിടക്കും. ഞാൻ ചപ്പാത്തി കഴിക്കാറില്ല, ഞാൻ ചോറാണ് തിന്നാറ്. അതുകൊണ്ട് എനിക്ക് ഇന്ത്യ അറിയാനും പാടില്ല. അതുകൊണ്ടാണ് കാണാന്ന് പറഞ്ഞപ്പോ ഞാൻ വേണ്ടെന്ന് പറഞ്ഞത്. താങ്ക് യു. അടുത്തായി മലയാളത്തിന്റെ മെഗാസ്റ്റാർ ശ്രീ മമ്മൂക്കന്റെ ശബ്ദം അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. ഇഷ്ടപ്പെട്ട നല്ലൊരു കൈഡി തരണേ. മമ്മൂക്കന്റെ വേഷം എന്ന് പറയുന്ന സിനിമയിലെ ഒരു ഡയലോഗ്. നീ പറഞ്ഞില്ലേ തന്ത്രമുണ്ട്. പറയാനുള്ളത് പറഞ്ഞ് ചെയ്യാനുള്ളത് ചെയ്ത് മറ്റുള്ളവർ എന്നോട്